ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബിജെപിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അഞ്ചാം ഘട്ട പട്ടികയിലുണ്ടാകും. ഇന്നലെ ചേർന്ന ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ യു പി, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയായിരുന്നു. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിലും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, ഒരുപക്ഷെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് NDA. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി ഉടൻ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ചേർന്നിട്ടുള്ള ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും ഉത്തർപ്രദേശിൽ ബാക്കിയുള്ള സീറ്റുകളിലേക്കുമെല്ലാം തന്നെ സ്ഥാനാർത്ഥികളുടെ നിർണയം സംബന്ധിച്ചൊരു ധാരണ ഇന്നലെ ചേർന്നിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ബിജെപിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളതെല്ലാം തന്നെ ആ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ വളരെ ചുരുങ്ങിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ഇത്തവണ പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് ബിജെപി തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇത്തവണ 2024 വീണ്ടും മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ 400-ലധികം സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്ന വലിയ പ്രഖ്യാപനമാണ് NDAയും ബിജെപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു 400+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഏത് രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം, അതിനുതകുന്ന സ്ഥാനാർത്ഥി നിർണയം എന്നിവ സംബന്ധിച്ച് തിരക്കിട്ട ചർച്ചകൾ ഡൽഹിയിൽ ദീൻദയാൽ ഉപാധ്യായ മാർഗിലെ ബിജെപി ദേശീയ ആസ്ഥാനത്തുമൊപ്പം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാം ഘട്ടത്തിലും നാലാം ഘട്ടത്തിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരുന്നു. ഒന്നാം ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ ഇനി കൊല്ലം, എറണാകുളം, ഒപ്പം ആലത്തൂർ, വയനാട് മണ്ഡലങ്ങളിലാണ് NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. ഈ 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ അഞ്ചാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഇതിനോടകം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരു പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കുമ്പോൾ കേരളത്തിൽ ബാക്കിയുള്ള 4 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ കൂടി അതിൽ പ്രഖ്യാപിക്കും എന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബിജെപിയുടെ താരപ്രചാരകർ ഇതിനോടകം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലും മെഗാ റാലികളിലും റോഡ് ഷോകളിലും എല്ലാം തന്നെ പങ്കെടുക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ വികസന പദ്ധതികൾ, മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ മോദി കാ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം മുൻപോട്ട് വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമ വികസന പദ്ധതികളിൽ ഊന്നിക്കൊണ്ടും ഒപ്പം ബിജെപിയുടെ ദേശീയ നിലപാടുകൾ ചർച്ച ചെയ്തുകൊണ്ടുമാണ് ബിജെപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതേസമയം കോൺഗ്രസ് ക്യാമ്പ് അല്ലെങ്കിൽ പ്രതിപക്ഷ ക്യാമ്പ് പരിശോധിക്കുമ്പോൾ തീർത്തും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പ്രതിപക്ഷമുള്ളത്. ഇത്തവണ ദേശീയ രാഷ്ട്രീയത്തിൽ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വീണ്ടും മോദി സർക്കാർ അധികാരത്തിലേറും, തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഉണ്ടാകാനുള്ളൊരു സാഹചര്യം നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിലില്ല. മോദി സർക്കാരിനെ അല്ലെങ്കിൽ NDA സർക്കാരിനെ വെല്ലുവിളിക്കാവുന്ന തരത്തിലോ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളി ഉയർത്താവുന്ന തരത്തിൽ ഒരു ശക്തിയാകാൻ പ്രതിപക്ഷത്തിനോ കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തുടർഭരണം ഉറപ്പാണ്. അതിൻ്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഉണ്ടാവുക എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അത് നമുക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാം. ബിജെപിയുടെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന് ഇപ്പോഴും നേരത്തെ അവർക്ക് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന, കാലങ്ങളോളം കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ച് വിജയിച്ച് പാർലമെന്റിലേക്ക് എത്തിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ വരെ അമേഠി പരിശോധിക്കുമ്പോൾ 2019 മുമ്പ് 2 തവണ മാത്രമാണ് അവിടെ കോൺഗ്രസിന് കാലിടറിയിട്ടുള്ളത്. ബാക്കി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുഴുവൻ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നേതാക്കൾ 2004 മുതൽ 2019 വരെ രാഹുൽ തന്നെ വിജയിച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ 19 സ്മൃതി ഇറാനിയോട് വലിയ തോൽവി രാഹുലിനെ
ഏൽക്കേണ്ടി വന്നു. റായ്ബറേലി മാത്രമാണ് 2019 ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. അത് കോൺഗ്രസിന്റെ വലിയ പരാജയമായിരുന്നു ഉത്തർപ്രദേശിന്റെ മണ്ണിൽ. ഒരു കാലത്ത് രാജ്യം അടക്കി ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ 2019 തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത് സോണിയ മത്സരിച്ച റായ്ബറേലി മാത്രമാണ്. എന്നാൽ ഇത്തവണ അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കാൻ രാഹുലും പ്രിയങ്കയും ഉൾപ്പെടെയുള്ള നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ താല്പര്യമില്ല എന്നുള്ളതാണ് നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. തീർത്തും പരാജയ ഭീതി തന്നെയാണ് അതിന് പിറകിൽ എന്നുള്ളത് നമുക്ക് ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസാക്കുകയും ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കണം. അതല്ലെങ്കിൽ മുഴുവൻ കോൺഗ്രസിന്റെയും ആത്മവിശ്വാസം തകർക്കുന്ന ഒരു നടപടിയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കണം എന്നുള്ളത് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം രാത്രിയാണ് 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തിറക്കിയത്. അതിലും അമേഠിയിലെയും റായ്ബറേലിയിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു ആശയക്കുഴപ്പം തുടരുന്നു. പരാജയ ഭീതി കോൺഗ്രസിനും പ്രതിപക്ഷ മുന്നണിക്കും രാജ്യത്ത് വളരെയധികം ശക്തമാണ്. കാരണം അത്രയധികം ശക്തമാണ് അപ്പുറത്ത് NDA സർക്കാർ, ഒപ്പം NDA ക്യാമ്പും മോദി സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികളിൽ ഊന്നിക്കൊണ്ടുള്ള കാർഡിളക്കിയുള്ള പ്രചാരണം, താരപ്രചാരകരെ ആദ്യഘട്ടത്തിൽ തന്നെ കളത്തിലിറക്കിക്കൊണ്ട്. നമുക്കറിയാം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതിനി 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന് തന്നെ വളരെയധികം ദിവസമുണ്ട്. ഏപ്രിൽ 19 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. എന്നാൽ അതിനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിന്റെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മുഴുവൻ താരപ്രചാരകരെയും കളത്തിലിറക്കിക്കൊണ്ട് ആദ്യം തന്നെ ഒരു വലിയ തരംഗം രാജ്യത്തുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് BJP തുടക്കം കുറിക്കുന്നു. 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP ഇന്ന് പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഉടൻ തന്നെ ഇന്നോ നാളെയോ പുറത്തിറക്കും. കോൺഗ്രസ് ഇന്നലെ രാത്രി പുറത്തിറക്കിയിട്ടുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലും അവരുടെ മുൻപ് ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ജിഷ്ണു, അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പലരും ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് ചേർന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും BJP തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യം തന്നെയല്ലേ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഈ ഒരു ആശയക്കുഴപ്പത്തിനും കാരണമാകുന്നത്? വിഷ്ണു, നേതാക്കളുടെ കൂടുമാറ്റത്തിനപ്പുറത്തേക്ക് ജനസ്വാധീനം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന ജനങ്ങൾ, മണ്ഡലങ്ങൾ, അവിടങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJPക്കൊപ്പം അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക കക്ഷികൾക്കൊപ്പം ജനങ്ങൾ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള അഴിമതി കഥകളൊപ്പം കുടുംബ രാഷ്ട്രീയം, നേതാക്കൾക്കിടയിൽ സ്വാധീനമുണ്ടായിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന നേതാക്കളെ തഴയുകയും അവർ അത്തരത്തിൽ നിരവധി നേതാക്കൾ വടക്കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ BJPയുടെ നെടുംതൂണായി നിൽക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ, മധ്യപ്രദേശിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാക്കളായിരുന്നു. എന്നാൽ കുടുംബ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ട് അത്തരത്തിലുള്ള നേതാക്കൾ BJPയിലേക്ക് നേരത്തെ ചേക്കേറി. അതിന് പിറകെ വിവിധ സംസ്ഥാനങ്ങളിലാണ്, ഇപ്പോൾ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലാണ് പ്രധാനപ്പെട്ട നേതാക്കൾ BJP ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക പാർട്ടികളിലേക്ക് കോൺഗ്രസ് വിട്ട് ചേക്കേറുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ജനസ്വാധീനം കോൺഗ്രസിന് നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അംഗസംഖ്യ പോലും രാജ്യത്ത് കോൺഗ്രസിന് തികയ്ക്കാൻ സാധിച്ചില്ല. പക്ഷേ കേരളത്തിൽ 20ൽ 19 മണ്ഡലങ്ങളിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ വീണ്ടും വയനാട്ടിലേക്ക് എത്തുകയും കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എങ്കിൽ പോലും എത്രത്തോളം നേട്ടം ഇത്തവണ 24 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാക്കാൻ സാധിക്കുമെന്നൊരു വലിയ ചോദ്യമാണ്. കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു പരീക്ഷണ ഘട്ടമാണ് 2024 പൊതു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ കൊല്ലം, എറണാകുളം, ആലത്തൂർ, വയനാട് സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 5ാം ഘട്ട പട്ടികയിലുണ്ടാകും. ഇന്നലെ ചേർന്ന BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ UP, ബീഹാർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയായിരുന്നു. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.